Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, then how are you all? I am fine. Thank you, ma'am. Ma'am, food കഴിച്ചോ? Okay, it's been a long time. Yeah, food issue. കഴിച്ചു. Yes. Okay. നമ്മളിപ്പോ കണ്ടിട്ട് ഒരുപാട് നാളായല്ലേ? It's been a long days since we met. ഒരുപാട് ദിവസങ്ങളായി കണ്ടിട്ട്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നോ നിങ്ങളുടെ വെക്കേഷൻ ക്രിസ്മസ് സെലിബ്രേഷൻ എങ്ങനെ ഉണ്ടായിരുന്നോ? How was your celebration and with your vacation? Are you enjoyed? അടിപൊളിയായിരുന്നു മാം. ക്രിസ്മസും പിന്നെ ബർത്ത്ഡേ പാർട്ടിയോട് ഒന്നിച്ചായിരുന്നു മാം. അടുത്തടുത്തായിരുന്നു. എന്നായിരുന്നു ബർത്ത്ഡേ? 26-ാം തീയതി. Okay, so belated birthday wishes dear. കേക്കും വൈനും ഒക്കെ കൂട്ടി കഴിച്ചു. പിറ്റേ കേക്ക് കട്ട് ചെയ്തു. ക്രിസ്മസിന് കേക്കും വൈനും മേടിച്ചു. പിന്നെ പിറ്റേന്ന് ക്രിസ്മസ് കേക്ക് അല്ല കേക്ക് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തു. അടിപൊളിയായിരുന്നു. ഓക്കെ ഓക്കെ. ഓ, ബർത്ത്ഡേയെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. Today is my birthday. Okay. Happy birthday. Happy birthday, ma'am. Okay. So, Happy birthday, ma'am. Happy birthday, ma'am. yeah, thank you. എല്ലാവർക്കും കൂടെ ഒരു ബർത്ത്ഡേ വിഷ് പാട്ട് പാടിയല്ലോ. എല്ലാവർക്കും കൂടെ ഒരു ഹാപ്പി ബർത്ത്ഡേ പാട്ട് പാടിയാലോ? നല്ല കാര്യം. ഓക്കെ, സോ താങ്ക് യു. ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞാണ് കേട്ടോ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. മാം, നാളെ എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഓക്കെ, ഹാപ്പി ആനിവേഴ്സറി. അഡ്വാൻസ് ഹാപ്പി ആനിവേഴ്സറി ഡിയർ. കേട്ടില്ല ആരുതാ? ഹലോ, എല്ലാവരും വിഷ് ചെയ്തു. അഡ്വാൻസ് ഹാപ്പി എന്താണ് പേര്? ഷാനി. ഷാനിയാണോ? ഷാനി. അതെ മാം. ഹാപ്പി ആനിവേഴ്സറി. ഓക്കെ, താങ്ക് യു മാം. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ മാം. മൊത്തത്തില് വിഷസ് മാത്രമാണല്ലോ. ഞങ്ങളുടെ ക്ലാസ് കഴിയുമ്പോൾ പറയായിരിക്കായിരുന്നു. അപ്പൊ അതും കൂടി ഇരിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. സെലിബ്രേഷൻ കഴിഞ്ഞു അല്ലെ? വെക്കേഷൻ കഴിഞ്ഞു. ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി എന്താ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക്? റെഡി ആണോ? പഠിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു ടൈമില് ഗ്യാപ്പ് വന്നപ്പോ മടിയായോ? വെക്കേഷൻ കിട്ടിയപ്പോ പഠിച്ചോ നിങ്ങള്? ആര് പഠിക്കാനല്ലേ? എങ്കിലും മടിയാണ്. പിന്നെയാണെങ്കിൽ വെക്കേഷന് പഠിക്കുക. നടന്ന് ഓക്കെ, അപ്പോ നമുക്ക് പഠിച്ചാലോ? എന്നാല് അധികം സംസാരിക്കണോ? സംസാരിക്കാൻ ഞാൻ റെഡിയാണ് കേട്ടോ. ഓക്കെ, എനിക്കങ്ങനെ കുഴപ്പമില്ല. സംസാരിച്ചാൽ അതാണ് കുഴപ്പം. അതുകൊണ്ട് നമുക്ക് സംസാരിക്കണ്ട, ക്ലാസ്സിലേക്ക് പോയാലോ? ഓക്കെ, എന്ത് വേണം? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോ ഇത്രയും ഗ്യാപ്പ് വന്ന സ്ഥിതിക്ക്, അതായത് അത്യാവശ്യം ഒരുപാട് ഗ്യാപ്പ് വന്നു. ഞാൻ ക്ലാസ് കുറച്ച് മിസ്സായിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് റിവൈൻഡ് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? റിവൈൻഡ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. അല്ലാതെ കണക്ഷൻ ഇല്ല. ഓക്കെ, അപ്പൊ എന്താണ് വാട്ട് ഈസ് ഡയാലിസിസ്? അറിയോ? നിങ്ങൾ പറയും. ഞാൻ റിവൈൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾ പറയും. പഠിച്ചതല്ലേ, അറിയാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. വാട്ട് ഈസ് ഡയാലിസിസ്? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ. കിഡ്നിക്ക് അതിന്റെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള എക്സ്ട്രാ ഫ്ലൂയിഡും വേസ്റ്റും ഒക്കെ ആ ഒരു ലെവലിൽ എന്താ പറയാ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് ഡയാലിസിസ് അല്ലേ? Okay, friends. And what are the functions of kidneys? എന്താണ് കിഡ്നിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്?
നമ്മുടെ ശരീരത്തിലെ വേസ്റ്റും എക്സസ് ബോഡി ഫ്ലൂയിഡ്സും ഒക്കെ റിമൂവ് ചെയ്ത് കളയലല്ലേ ഫങ്ഷൻ? ഫങ്ഷനും സെയിം ആണ് അല്ലെ. അപ്പൊ ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്, കിഡ്നിക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് നമ്മൾ എന്താ ഡയാലിസിസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ? അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ഏത് ടൈമിലാണ് നമ്മൾ ഡയാലിസിസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. മീൻസ് എപ്പോഴാണ് നമ്മൾ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത് ഡയാലിസിസ് ചെയ്യണം, ഏതൊക്കെ ഘട്ടങ്ങളിലാണ്, ഏതൊക്കെ അസുഖങ്ങൾ വരുമ്പോഴാണ്? പറയൂ. ഏതൊക്കെയാണ്? കിഡ്നി ഫെയിലിയർ വരുമ്പോഴും, പിന്നെ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. കിഡ്നി ഇഞ്ചുറി വരുമ്പോഴാണ് നമ്മൾ ഡയാലിസിസ് ചെയ്യുക അല്ലെ. ഓക്കെ, അപ്പൊ അത് എങ്ങനെയൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാലോ. എന്താണ് കിഡ്നി ഇഞ്ചുറി എന്നോ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ എന്താണെന്ന് അറിയാലോ. ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. അതിനിടയിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഡയറ്ററി സർവീസ് എടുത്തത് ആരാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഡയറ്ററി സർവീസ് ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നോ? എടുത്തു, പക്ഷെ ആരും എടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞാൻ അറിഞ്ഞു. ചാപ്റ്റർ എടുത്താണ് കേട്ടോ അത്. ഡയറ്ററി സർവീസ് ചാപ്റ്റർ ഞാനാണ് എടുത്തത്. സോ കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, എനിക്ക് ഈ ചാപ്റ്റർ കഴിഞ്ഞാല് എന്റെ പോർഷൻസ് ഏകദേശം കവർ ആകും. ഓക്കെ, ഞാനാണ് എടുത്തത്. ഓക്കെ, അപ്പോ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. പിന്നെ ഹൗ ഇറ്റ് വർക്ക്സ്, എങ്ങനെയാണ് ഡയാലിസിസ് വർക്ക് ചെയ്യുക. അപ്പൊ അതുവരെയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയതാണ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ് തന്നെയുള്ള പോർഷൻസിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ക്ലിയർ ആയില്ലേ? കണ്ടിന്യൂ ചെയ്താലോ നമുക്ക്? ഓക്കെ, അപ്പോ ഇനി ഏതൊക്കെ തരത്തിലാണ് ഡയാലിസിസ് ഉള്ളതെന്നാണ്. ടൈപ്സ് ഓഫ് ഡയാലിസിസ് ആണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഏതാണ്? ഹീമോ ഡയാലിസിസ്. എന്താണ് ഹീമോ ഡയാലിസിസ്? നോക്കാം കേട്ടോ. The most common type of dialysis is a hemodialysis. Hemodialysis is a method in which a dialysis machine and a special filter called an artificial kidney or a dialyzer is used. എന്താണ് നമ്മൾ കോമൺലി നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു എന്താണ് ഡയാലിസിസ് ആണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡയാലിസിസ് എന്താണെന്ന് അറിയാലോ. കിഡ്നിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു മെഷീന്റെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ അല്ലെ. അപ്പൊ ഹീമോഡയാലിസിസ് എന്ന് പറയുന്ന മെത്തേഡും അങ്ങനെ തന്നെയാണ്. ഹീമോഡയാലിസിസ് ഈസ് എ മെത്തേഡ് in which a dialysis machine and a special filter called an artificial kidney, okay, or a dialyzer is used. അപ്പൊ ഈ പറയുന്ന ഡയാലിസിസിൽ എന്താ യൂസ് ചെയ്യുന്നത്? ആർട്ടിഫിഷ്യൽ കിഡ്നി ആയിട്ട് എന്താണ് ഒരു ഡയാലിസർ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കിഡ്നി യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് ഫിൽറ്റർ ചെയ്യുക. ഓക്കെ, അങ്ങനെ ഒരു മെത്തേഡ് ആണ് എന്താ ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. This artificial kidney or hemodialyzer eliminates waste and surplus fluid from the body. അപ്പോ ഈ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്താ ചെയ്യാ? സെയിം നമ്മൾ പഠിച്ച പോലെ തന്നെയാണ്, നേരത്തെ പഠിച്ച പോലെ തന്നെയാണ് നമ്മുടെ ഹ്യൂമൻ വേസ്റ്റും ഈ പറയുന്ന ഹ്യൂമൻ വേസ്റ്റ്, നമ്മുടെ ബോഡിയിലെ വേസ്റ്റ്, അതുപോലെ തന്നെ വേസ്റ്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് നമ്മൾ എന്താ എലിമിനേറ്റ് ചെയ്യുന്നു. അതാണ് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ കിഡ്നി ചെയ്യുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ കിഡ്നി ഓർ ഹീമോഡയാലിസർ ചെയ്യുന്ന ഒരു ധർമ്മം അതാണ് കേട്ടോ. And the filtered blood is then sent back to the body and with the help of a dialysis machine. അപ്പോ ഈ പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് ഉണ്ടല്ലോ അല്ലെ, ഈ ഡയാലിസിസ് എന്താ ചെയ്യാ? ബ്ലഡിലെ വേസ്റ്റും പറയുന്ന ഫ്ലൂയിഡ്സും അല്ലെ, ഫ്ലൂയിഡ്സ് എല്ലാം എന്താ പ്രസിദ്ധാകുലാക്കുന്നു. ഓക്കെ, അപ്പോ പറയുന്ന ഡയാലിസിസ് ബ്ലഡിലെ വേസ്റ്റ് എല്ലാം റിമൂവ് ചെയ്തിട്ട് എലിമിനേറ്റ് ചെയ്തിട്ട് ആ പറയുന്ന ഫിൽറ്റർ ചെയ്ത ബ്ലഡ് ഉണ്ടല്ലോ അത് വീണ്ടും സെൻഡ് ബാക്ക് ടു ദ ബോഡി, റീസെൻഡ് ചെയ്യുന്നു, ബോഡിയിലേക്ക് റീസെൻഡ് ചെയ്യുന്നു. അതാണ് ഈ പറയുന്ന മെഷീൻ ചെയ്യുന്നത് കേട്ടോ. ബ്ലഡിൽ നിന്ന് പറയുന്ന വേസ്റ്റ് എല്ലാം റിമൂവ് ചെയ്തിട്ട് പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് വീണ്ടും നമ്മുടെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വെയിനിലേക്ക് അത് റീസെൻഡ് ചെയ്യുന്നു. Before starting hemodialysis, minor surgery is required to make a vascular access point. അതായത് നമ്മൾ ഈ പറയുന്ന ഡയാലിസിസ് ചെയ്യുമ്പോൾ ചെറിയൊരു സർജറി ആവശ്യമാണ്. ആ സർജറി എന്ന് പറയുന്നത് ഇവിടെയാണ് എന്താണ്? വസ്കുലർ ആക്സസ് പോയിന്റ്. അതായത് നമ്മുടെ വെയിൻ ഉണ്ടല്ലോ, നമ്മുടെ കൈയിലെ വെയിൻ, അവിടെയാണ് ചെയ്യുന്നത്. അവിടെ ചെറിയൊരു
ഒരു മൈനർ സർജറി ചെയ്ത് വെയിനിലൂടെയാണ് ഈ പറയുന്ന ഡയാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, നോർമലി ഇൻ ദ പേഷ്യൻസ് നോർമലി ഇൻ ദ പേഷ്യൻസ് ആമ്പിലാണ് ചെയ്യുന്നത്. This access site is important to have an easy way to get blood from the body through the dialyzer and back into the body. അതായത് ഈ ആക്സസ് പറയുന്ന നമ്മൾ കയ്യിൽ ചെയ്യുന്ന ആ ഒരു സർജറിയിലൂടെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അപ്പൊ ആ ആക്സസ് ആണ് കുറച്ചുകൂടെ ഈസി മെത്തേഡ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ബോഡിയിലെ വേസ്റ്റ് റിമൂവ് ചെയ്യാനും ബാക്ക് വീണ്ടും പറയുന്ന പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് അത് നമുക്ക് റീസെന്റ് ചെയ്യാനും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആ ഒരു കയ്യിൽ ചെയ്യുന്നതാണ് കേട്ടോ. The different types of access of for hemodialysis are as follows. അപ്പോൾ ഹീമോഡയാലിസിസ് എന്ന് പറയുന്ന മനസ്സിലായാലോ? വൺ ഓഫ് ദ കോമൺ ടൈപ്പ് ഓഫ് അനാലിസിസ് ആണ് ഇന്ന് ഡയാലിസിസ് ആണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ എന്താണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്? നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു കിഡ്നി ആയിട്ടോ അല്ലെങ്കിൽ ഡയാലിസർ ആയിട്ടോ യൂസ് ചെയ്യാൻ അത് നമ്മുടെ ആ ഒരു രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു എന്താണ് ജസ്റ്റ് ഒരു മൈനർ സർജറി ആണ്. ഓക്കെ, അപ്പോ നമ്മൾ പൊതുവെ ചെയ്യുന്നത് നമ്മുടെ കയ്യിലാണ്. നമ്മുടെ പിക്ചർ ഉണ്ടല്ലോ അവിടെ. ഓക്കെ, ഇങ്ങനെ കയ്യിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ കയ്യിൽ ചെയ്യുന്നതെന്ന് വെച്ചാല് അത് കുറച്ചുകൂടി എളുപ്പമാണ്. നമുക്ക് ആ ഒരു പ്രൊസീജിയർ ചെയ്യാനാണെങ്കിലും ബ്ലഡ് ബോഡിയിൽ നിന്ന് നമുക്കത് പ്യൂരിഫൈ ചെയ്യാനാണെങ്കിലും അത് സെൻഡ് ബാക്ക് ടു ദ ബോഡി അല്ലെ. നോർമലി അത് ബാക്ക് നോർമലി ബ്ലഡിലേക്ക് അത് നമ്മൾ പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് വീണ്ടും നമ്മുടെ ബോഡിയിലേക്ക് അത് റീസെൻഡ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം എന്ന് പറയുന്ന ഈ മെത്തേഡാണ്. സോ അതുകൊണ്ടാണ് കൂടുതലും എല്ലാവരും ഡോക്ടേഴ്സ് കൂടുതലും മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്ന ഒരു ഡയാലിസിസും കൂടിയാണ് എന്ത് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ചെയ്ത വസ്കുലാർ ആക്സസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഓപ്പണിംഗ് ഇൻടു വൺ ഓഫ് യുവർ ബോഡി ബ്ലഡ് വെസൽ. അതായത് നമ്മുടെ ഞരമ്പുണ്ടല്ലോ, ഞരമ്പിൽ ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ, ഒരു കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെയിലോട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഒരു മൈനർ സർജറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഹീമോഡയാലിസിസ് എന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ? മാം ഒന്നുകൂടെ ഒന്ന് ക്ലിയർ പറയാമോ? മാം ഒന്നുകൂടെ ഒന്ന് പറയാമോ ആ ഒരു പോയിന്റ്സ്, ആ ഒരു ഇതിന്റെ ഒന്നുകൂടെ ഒന്ന് പറയാമോ? ഇപ്പോ ഈ നമ്മുടെ കിഡ്നി നമ്മുടെ ഫെയിലർ ആയി കഴിഞ്ഞാൽ കിഡ്നി ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഈ പറയുന്ന പ്രവർത്തനങ്ങളോ നടക്കില്ല. എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കിഡ്നി എന്താ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ എന്താണ് കിഡ്നി എന്താ ചെയ്യാവുക? നമ്മുടെ ബ്ലഡിലെ വേസ്റ്റും ഈ പറയുന്ന ഫ്ലൂയിഡ്സും എല്ലാം എലിമിനേറ്റ് ചെയ്യുന്നത്, പുറന്തള്ളുന്നു. എന്നിട്ട് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുകയാണ് അല്ലെ. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡയാലിസിസ് ചെയ്യും. അതായത് മെഷീന്റെ സഹായത്തോടു കൂടി നമ്മുടെ ബ്ലഡ് അത് പ്യൂരിഫൈ ചെയ്യാൻ തുടങ്ങും. അത് കിഡ്നിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നമ്മൾ മെഷീനോട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഒരു സഹായം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഡയാലിസിസ് ആണ് എന്ത് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കോമൺലി നമ്മൾ എല്ലാവർക്കും ചെയ്യുന്ന അല്ലെങ്കിൽ ഡോക്ടേഴ്സ് നമ്മൾ നിർദ്ദേശിക്കുന്ന ഒരു ഡയാലിസിസ് ആണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. കോമൺ ആണ് എല്ലാവർക്കും മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് ഇത് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ കയ്യിലാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ പിക്ചറിൽ കാണുന്ന പോലെ കയ്യിലാണ് ചെയ്യുന്നത്. ഓക്കെ, കയ്യില് ചെറിയൊരു മൈനർ സർജറി ചെയ്തിട്ട് നമ്മൾ ഞരമ്പിലൂടെയാണ് ഈ പറയുന്ന ഒരു എന്താണ് പറയുന്ന രീതിയിൽ ബ്ലഡിന് പ്യൂരിഫൈ ചെയ്യുക. മീൻസ് പറയുന്ന വേസ്റ്റ് എലിമിനേറ്റ് ചെയ്തിട്ട് ആ പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് വീണ്ടും ആ വെളിയിലൂടെ തന്നെ നമ്മുടെ ബോഡിയിലേക്ക് റീസെറ്റ് ചെയ്യാണ് ചെയ്യുക. ആ കൈൻഡ് ഓഫ് സർജറി ആണ്, കൈൻഡ് ഓഫ് ഡയാലിസിസ് ആണ് എന്ത് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ? ഇനി ആ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നിങ്ങള്. ജസ്റ്റ് ഒരു പാരഗ്രാഫ് വായിച്ചു മനസ്സിലാകുന്നുണ്ടോ നോക്കൂട്ടോ. വായിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യും. ഓക്കെ,
ഓക്കെ, അപ്പോ മനസ്സിലായല്ലോ എന്താണ് ഹീമോഡയാലിസിസ് മനസ്സിലായല്ലോ. അപ്പോ മനസ്സിലായി. അപ്പൊ ഹീമോഡയാലിസിസ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന different kinds of hemodialysis ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ different types of hemodialysis means access ആണ് എങ്ങനെയാണ് ചെയ്യുന്നതാണ്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് വൺ ഏതാണ്? ആർട്ടറിയോവെനസ് ഫിസ്റ്റുല. അതാണ് ഫസ്റ്റ് ടൈപ്പ്. ഓക്കെ, ഹീമോഡയാലിസിന്റെ ഫസ്റ്റ് ടൈപ്പ് ഏതാണ്? ആർട്ടറിയോവെനസ് ഫിസ്റ്റുലയാണ്. ആൻഡ് ഷോർട്ട് ആയിട്ട് നമുക്ക് AV എന്ന് പറയാം കേട്ടോ. അപ്പൊ AV fistula is a surgical connection between an artery and a vein. Often a fistula is created in the arm if the arteries in the arm are not large or healthy enough. It can also be put in the leg. It is the most natural access site as it's formed from blood vessels. It has the rarest chance of infection and clotting. അപ്പൊ ഹീമോഡയാലിസിസ് ആണ് നമ്മൾ കോമൺലി എല്ലാവർക്കും ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോ ഏതൊക്കെ രീതിയിൽ ഹീമോഡയാലിസിസ് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് ഏതാണ്? AV ഫിസ്റ്റുലയാണ് അല്ലെ. AV ഫിസ്റ്റുല ചെയ്യുന്നത് എല്ലാം സെയിം ആണ്, നമ്മുടെ കയ്യിൽ തന്നെയാണ് ചെയ്യുക. ഹീമോഡയാലിസിസ് ചെയ്യുന്നത് കയ്യിലാണ്. അപ്പൊ AV ഫിസ്റ്റുല നമ്മൾ കയ്യിലാണ് ചെയ്യുന്നത് കേട്ടോ. AV ഫിസ്റ്റുല is created in the arm. കയ്യിലാണ് ചെയ്യുക. എവിടെയാണ്? is a surgical അല്ലെ. AV fistula is a surgical connection between an artery and a vein. Artery means ധമനി എന്നാണ്. ധമനിയാണ് artery. ഞരമ്പും ധമനിയും തമ്മിലുള്ള കണക്ഷൻ, അവർ തമ്മിലുള്ള കണക്ഷൻ ചെയ്യുന്ന ഒരു സർജറി ആണ് ഈ പറയുന്ന AV fistula എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ നമ്മുടെ കയ്യിലാണ് ചെയ്യുക. ഇനിയിപ്പോ സപ്പോസ് കയ്യിലെ എന്തെങ്കിലും ധമനികൾക്ക് ഇപ്പോ അല്ലെങ്കിൽ ഞരമ്പുകളോ കുറച്ചുകൂടെ വലുതല്ല എങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ഹെൽത്തി അല്ല എങ്കിൽ നമ്മൾ ചിലപ്പോ നമ്മുടെ കാലിലും ചെയ്യും. കയ്യിലെ ഞരമ്പ് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ അല്ലെ, ചിലപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ കയ്യിലെ ഞരമ്പ് കാണാൻ പറ്റില്ല അല്ലെ, ചിലർക്ക് കേസ് അങ്ങനെ വരാറുണ്ട്. അപ്പോ ഞരമ്പുകളാണെങ്കിലും ധമനികളാണെങ്കിലും കുറച്ചുകൂടെ ഹെൽത്തി അല്ല, കുറച്ചുകൂടെ വലുതല്ല എങ്കിൽ അല്ലെങ്കിൽ ലാർജ് അല്ല എങ്കിൽ നമ്മൾ അത് ഈ പറയുന്ന സർജറി നമ്മൾ കാലുകളിൽ ചെയ്യും. ഓക്കെ, അതാണ് പറയുന്നത്. If the arteries in the arm are not large or healthy enough, it can also be put in the leg. പൊതുവെ നമ്മുടെ കയ്യിലാണ് ചെയ്യുക. കൈകളിൽ ധമനിയിലും വെയിനുമായി ബന്ധപ്പെടുത്തിയാണ് ഈ പറയുന്നത് സർജറി ചെയ്യുക. അപ്പോ കയ്യിലെ ധമനികൾക്കും അല്ലെങ്കിൽ നമ്മുടെ വെയിനും കുറച്ചുകൂടി ലാർജ് അല്ല അല്ലെങ്കിൽ ഹെൽത്തി അല്ല എങ്കിൽ മാത്രമാണ് ഇന്ന് നമ്മൾ കാലിൽ ചെയ്യുക കേട്ടോ. It's the most natural access site as it's formed from blood vessels. കുറച്ചുകൂടി നാച്ചുറൽ ആണ് നമുക്ക് ഈ പറയുന്ന ബ്ലഡ് വെസൽസിലേക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ പ്രോസസ് ആണ് എന്ന് ഈ പറയുന്ന ഈ സർജറി എന്ന് പറയുന്നത് AV fistula എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ കൈകളിൽ ധമനി ഉണ്ടല്ലോ, ആ ഞരമ്പിലും ധമനിയിലൂടെയാണ് ചെയ്യുക. അതായത് നമുക്ക് പുറത്തുനിന്നൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. മീൻസ് നമ്മുടെ കൈയിലുള്ള ഞരമ്പിലാണ് ചെയ്യുന്നത്. ആ ഞരമ്പിലൂടെയാണ് പുറത്തുനിന്ന് ഒരു മെഷീൻ വെച്ച് കണക്ട് ചെയ്തിട്ടാണ് ഈ പറയുന്ന ബ്ലഡ് നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ഞരമ്പ് തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇൻഫെക്ഷനോ ക്ലോട്ടിങ്ങോ ഒന്നും വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. It has the rarest chance of infection and clotting. ഓക്കെ, അപ്പോ നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ കൈകളിലെ ഉള്ളിൽ തന്നെ നമ്മുടെ ധമനികൾ, നമ്മുടെ artery and vein ആയതുകൊണ്ട് തന്നെ ഇൻഫെക്ഷനോ കാര്യങ്ങളോ വരാൻ ചാൻസ് കുറവാണ്. അപ്പൊ അതിലൂടെയാണ് ഈ മെഷീന്റെ സഹായത്തോടു കൂടെ അതിലൂടെ നമ്മൾ ബ്ലഡ് എന്താണ് പ്യൂരിഫൈ ചെയ്യാണ്, വേസ്റ്റുകൾ മാറ്റിയിട്ട് പ്യൂരിഫൈ ചെയ്തിട്ട് സെൻഡ് ബാക്ക് ടു ദ ബ്ലഡ് വെസൽസ്. ഓക്കെ, സെൻഡ് ബാക്ക് ടു യുവർ ബോഡി ത്രൂ ദ വെയിൻ. അപ്പോ ഈ വെയിനിലൂടെ നമ്മൾ പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് എന്താണ് വീണ്ടും അഗൈൻ റീസെൻഡ് ചെയ്യാണ്. അപ്പൊ അതെല്ലാം നമ്മുടെ ഓൺ ധമനി ആയതുകൊണ്ട്, നമ്മുടെ സ്വന്തം ഞരമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കുറവാണ്. സോ കോമൺലി ചെയ്യുന്നത് ഈ ഒരു പ്രൊസീജിയർ ആണ്. ഓക്കെ, ഇപ്പോ ഇത് ഈ പറയുന്ന AV fistula എന്ന് പറയുന്നത് ലോങ് ടേം ആണ് കേട്ടോ. എത്ര നാൾ വേണമെങ്കിലും ചെയ്യും, ബോഡിയിൽ ഉണ്ടാകും ചെയ്ത പ്രൊസീജിയർ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും. സോ ഇത് ലോങ് ടേം ആണ്. നമുക്ക് നിർത്തണമെങ്കിൽ നിർത്താം. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ബോഡി കണ്ടീഷൻ വരും, മോശമാണ്, എപ്പോഴും ചെയ്യണം എന്നുള്ള ആവശ്യം വരികയാണെങ്കിൽ ഈ ഒരു സർജറി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ്ലി ലോങ് ടേം ആണ് നമുക്ക് ചെയ്യാൻ പറ്റും. കയ്യില് നമുക്ക് ഞരമ്പ് കിട്ടുന്നില്ല, നമ്മുടെ ഞരമ്പ് വലുതല്ല, ഹെൽത്തി ആണെങ്കിലാണ് നമ്മൾ കാലിൽ ചെയ്യുക.
ഓക്കെ, മോസ്റ്റ്ലി നമ്മൾ കയ്യിലാണ് ചെയ്യാം. കയ്യിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വളരെയാണ്. അപ്പൊ ഞരമ്പുകൾ നമുക്ക് നോക്കാം, ഞരമ്പുമായിട്ട് കണക്ട് ചെയ്താണ് സർജറി ചെയ്യുക. അപ്പൊ ഞരമ്പ് അത്യാവശ്യം ലാർജ് അല്ല എങ്കിൽ, അല്ലെങ്കിൽ അൺഹെൽത്തി ആണെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന നമ്മൾ കാലിൽ ചെയ്യാം കേട്ടോ. ചെസ്റ്റ് നെക്കിൽ ചെയ്യില്ല, അത് ഞാൻ പറയുന്നുണ്ട്. പറയുന്നുണ്ടേ. അപ്പോ എന്താണ് AV ഫിസ്റ്റുല മനസ്സിലായല്ലോ. ലോങ് ടൈം ഒരു പ്രോസസ്സും കൂടിയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ? Okay, just wait a second. Okay. അപ്പോ ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ഹീമോഡയാലിസിസിലെ ഫസ്റ്റ് പ്രൊസീജിയർ ആണ്. അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഫറെന്റ് ടൈപ്പ് എന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് ടൈപ്പ് ആണ് നമ്മൾ AV ഫിസ്റ്റുല പറഞ്ഞത്. ഇനി സെക്കൻഡ് വൺ ഏതാണ്? AV ഗ്രാഫ്റ്റ് ആണ്. ഓക്കെ, AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നതാണോ കേട്ടോ. ഒന്ന് മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. മ്യൂട്ട് യുവർസെൽഫ്. ഡെയ്സി. ഓക്കെ, അപ്പോ എന്താണ് AV ഗ്രാഫ്റ്റ്? AV graft is a kind of access used for hemodialysis. The graft is normally placed in the arm, but may be placed in the leg if needed. An AV graft is the connection of the vein and an artery that uses a hollow synthetic tube. One end of the tube is attached to an artery, and the other end of the tube is attached to the vein. This connection results in blood flowing from the high pressure artery through the graft and into the low pressure vein. Consequently, the blood flow through the graft provides a flow rate that will separate enough blood to provide a suitable hemodialysis treatment. And AV graft provides a solution for small or weak veins. Okay. എന്തെങ്കിലും മനസ്സിലായോ? ഓക്കെ, ഞാൻ പറഞ്ഞു നേരത്തെ AV ഫിസ്റ്റുല ഞാൻ പറഞ്ഞു നമ്മുടെ കയ്യിലെ നമ്മുടെ ധമനികൾ നമ്മുടെ ഞരമ്പിലാണ് ചെയ്യുന്നത്. പുറത്തുനിന്ന് നമ്മൾ ഓരോ തരത്തിലുള്ള ഒന്നും യൂസ് ചെയ്യുന്നു. പക്ഷേ AV ഗ്രാഫ്റ്റിലേക്ക് വരുമ്പോ ഇത് കയ്യിലാണ് ചെയ്യുക. ഓക്കെ, കയ്യിലാണ് ചെയ്യുക. ഇനി കയ്യിൽ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം വരാണെങ്കിൽ നമ്മൾ കാലിൽ ചെയ്യും. The graft is normally placed in the arm, but may be placed in the leg if needed. ആവശ്യം വരാണെങ്കിൽ നമ്മൾ കാലിൽ ചെയ്യും. ഓക്കെ, അപ്പോ ഈ AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെയിനിലും ആർട്ടറിയും തമ്മിലുള്ള കണക്ഷൻ ആണ്. പക്ഷേ ഇത് ഒരു പുറത്തുനിന്ന് ഒരു ട്യൂബ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. എന്ത് ട്യൂബാണ്? സിന്തറ്റിക് ട്യൂബാണ് ആക്ച്വൽ ഗ്രാഫ്റ്റ്. സിന്തറ്റിക് ട്യൂബ്. ഹോളോ മീൻസ് പൊള്ളയ എന്നുള്ള മീനിങ്ങിലാണ് ഹോളോ. അപ്പൊ സിന്തറ്റിക് ട്യൂബ് ആണ്. കണ്ടോ, നമ്മൾ പിക്ചറിൽ കണ്ടോ അതാണ് ട്യൂബ് കേട്ടോ. സോ ഈ ട്യൂബ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് പറയുന്ന ഒരു മൈനർ സർജറി ചെയ്ത് ഇൻസേർട്ട് ചെയ്തിട്ട് കണക്ട് ചെയ്യും. എങ്ങനെയാ കണക്ട് ചെയ്യാം? വൺ എൻഡ് ഓഫ് ദി ട്യൂബ് ഈസ് അറ്റാച്ച്ഡ് ടു ആൻ ആർട്ടറി. അല്ലെ, ഒരു ഫസ്റ്റ് ആ ഒരു എൻഡ് എന്താണ് നമ്മൾ അറ്റാച്ച് ചെയ്യാം. ഒരെണ്ണം എന്താണ് ധമനിയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. അതിന് അതർ എൻഡ് അടുത്തൊരു എൻഡിനെ എവിടെയാ അറ്റാച്ച് ചെയ്യുക?
വെയിൻ ആണ് കേട്ടോ. അപ്പൊ ഞരമ്പും ധമനിയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് എന്താണ്? ട്യൂബാണ്. അപ്പൊ ഈ ട്യൂബിന്റെ സഹായത്തോടെയാണ് എന്താ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത്, നമ്മള് റീസെൻഡ് ചെയ്യുന്നത്, ബോഡിയിലേക്ക് റീസെൻഡ് ചെയ്യുന്ന ഈ പറയുന്ന ട്യൂബിന്റെ സഹായത്തോടെയാണ് പമ്പിങ് ഉള്ളത്. ഓക്കെ, this connection results in blood flowing from the high flow, high pressure artery through the graft and into the low flow, low pressure vein. അതായത് ഈ പറയുന്ന ആർട്ടറിയിലേക്ക്, ധമനിയിലേക്ക് ഹൈ ഫ്ലോ ആയിരിക്കും, ഹൈ ഫ്ലോയും ഹൈ പ്രഷറിലായിരിക്കും ഈ ഗ്രാഫ്റ്റിലൂടെ നമ്മുടെ ബ്ലഡ് ഫ്ലോ ചെയ്യാം ധമനിയിലേക്ക്. ഇനിയിപ്പോ വെയിനിലേക്കാണെങ്കിലോ ലോ ഫ്ലോയിലും ലോ പ്രഷറിലായിരിക്കും ബ്ലഡ് നമ്മുടെ വെയിനിലേക്ക് ഫ്ലോ ചെയ്യാം. മനസ്സിലായോ? Consequently, the blood flow through the graft provides a flow rate that will supply enough blood to provide a suitable, hemodialysis treatment. അതായത് നമ്മുടെ ഈ പറയുന്ന ഫ്ലോ അല്ലെ, ആ ഫ്ലോ റേറ്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഇങ്ങനെയാണ്, എത്രത്തോളം ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ടെന്നും അത്യാവശ്യം ആ ഒരു സപ്ലൈ അല്ലെ നമുക്ക് ബോഡിയിലേക്ക് അല്ലെങ്കിൽ ബ്ലഡിലേക്കുള്ള സപ്ലൈ ഇനഫ് ആണോ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. പറയുന്ന ആ ട്രീറ്റ്മെന്റിൽ provide a suitable hemodialysis treatment. And AV graft provides a solution for small or weak veins. AV graft എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ആണ്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് AV ഫിസ്റ്റുലയിൽ ഞാൻ പറഞ്ഞു ഹെൽത്തി വെയിൻ അല്ല എങ്കിലും അല്ലെങ്കിൽ ലാർജ് വെയിൻ അല്ല എങ്കിലും നമ്മൾ കാലിൽ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഇത് അങ്ങനെ ഒരു സൊല്യൂഷൻ കൂടിയാണ്. ഹെൽത്തി ഇപ്പോ വീക്ക് ആയ വെയിൻസിനും അല്ലെങ്കിൽ സ്മോൾ ആയ വെയിൻസിനും ഒരു സൊല്യൂഷൻ കൂടിയാണ് ഈ പറയുന്ന ഗ്രാഫ്റ്റ് ത്രൂ നമ്മൾ ചെയ്യുമ്പോൾ. മനസ്സിലായോ? പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാല് ഈ ഗ്രാഫ്റ്റ് ത്രൂ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ പറയുന്ന ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഗ്രാഫ്റ്റ് എന്ന് പറയുന്ന ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ ട്യൂബിന് പറയുന്ന ഗ്രാഫ്റ്റ് കേട്ടോ. അത് പറഞ്ഞു സിന്തറ്റിക് ട്യൂബാണ് യൂസ് ചെയ്യുക. ആക്ച്വൽ ഗ്രാഫ്റ്റ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടല്ലോ, ആക്ച്വൽ ഗ്രാഫ്റ്റ് എന്നാ വിളിക്കുക. ട്യൂബിന് പറയുന്ന ഒരു മെഡിക്കൽ നെയിമാണ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയാൻ കാരണം. ആ ഒരു കൈൻഡ് ഓഫ് സർജറി അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഹീമോഡയാലിസിസിനെ പറയുന്ന പേര് എന്താണ്? AV ഗ്രാഫ്റ്റ്. അപ്പൊ AV ഫിസ്റ്റുലയെ നമ്മൾ പഠിച്ചു, AV ഗ്രാഫ്റ്റ് നമ്മൾ നോക്കി. AV ഫിസ്റ്റുല നമ്മുടെ കയ്യില് നമ്മുടെ നോർമലി നമ്മുടെ ധമനിയിലും വെയിനും നമ്മൾ കണക്ട് ചെയ്ത് ചെയ്യുന്നത്. ഇനിയിപ്പോ അത് പറ്റാത്ത സാഹചര്യം വരുന്ന ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ നമ്മൾ കാലിൽ ചെയ്യുന്നു പറഞ്ഞു. അഥവാ നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും, ഗ്രാഫ്റ്റിലൂടെ നമുക്ക് പറയുന്ന രീതിയിൽ ഹീമോഡയാലിസിസ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണ് ഇവിടെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ട്യൂബ് ആയതുകൊണ്ട് തന്നെ ട്യൂബിനെ പുറത്താക്കി ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഇവിടെ ഉണ്ട്. പക്ഷെ AV ഫിസ്റ്റുല അങ്ങനെ ഇല്ല, മറ്റേ സൈഡ് എഫക്ട്സ് കുറവാണ്. ഓക്കെ, അപ്പൊ അതാണ് ഈ ലോ പ്രഷർ വേണമെന്ന് വെച്ചാൽ എന്തോന്നാണ് കൊടുത്തേക്കുന്നത്? ലോ പ്രഷർ വേണമെന്ന് വെച്ചാൽ നമ്മളത് പ്രഷർ ലോ ആയ സമയത്ത് എന്താ മീനിങ്? നമ്മള് ഈ പറയുന്ന ഞരമ്പിലൂടെയാണ് അല്ലെ, ഈ പറയുന്നത് ഗ്രാഫ്റ്റിലൂടെയാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതെങ്ങനെയാ ഫ്ലോ ചെയ്യുന്നതാണ്? വെയിനിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ലോ ഫ്ലോയിലും ലോ പ്രഷറിലായിരിക്കും വെയിനിലൂടെ ഫ്ലോ ചെയ്യാം. ഓക്കെ, പക്ഷെ ധമനിയിലേക്ക് ഫ്ലോ ചെയ്യുന്നത് ഹൈ ഫ്ലോയിലും ഹൈ പ്രഷറിലും ആയിരിക്കും. അതാണ് ഗ്രാഫ്റ്റ് ത്രൂ നമ്മൾ ചെയ്യുന്നത്. ഒരു ബ്ലഡ് ഫ്ലോ ചെയ്യണമല്ലോ, നമ്മുടെ ബോഡിയിലേക്ക് ബ്ലഡ് എന്താണ് ബ്ലഡ് റീസെൻഡ് ചെയ്യുന്നുണ്ട്, ബാക്ക് ടു നമ്മുടെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ ചെയ്യുക? ധമനിയിലൂടെ പോകുമ്പോൾ അത് കുറച്ച് ഹൈ ഫ്ലോയിലായിരിക്കും പോവുക, വെയിലൂടെയാണെങ്കിൽ കുറച്ച് ലോ ഫ്ലോയിലും ലോ പ്രഷറിലായിരിക്കും പോകുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ പ്രഷറുമായിട്ട് ബന്ധമൊന്നുമില്ല. ഓക്കെ മാം, ഓക്കെ ക്ലിയർ. ഓക്കെ, അപ്പൊ അതാണ് ഇത് സെക്കൻഡ് ടൈപ്പ്. ഇനി തേർഡ് വൺ ഏതാണ്? വെസ്കുലാർ ആക്സസ് കത്തീറ്റർ. ഓക്കെ, അപ്പോ ഈ പറയുന്ന മൂന്നാമത്തെ മെത്തേഡ് എന്താണ്? വെസ്കുലാർ ആക്സസ് കത്തീറ്റർ എന്ന് പറയുന്ന മെത്തേഡാണ്. It's a flexible tube that is placed in a large vein, usually in your neck, only for short-term hemodialysis. ഓക്കെ, സോഷ്യൽ ആരോ ജസ്റ്റ് ലോ നെക്ലോജിലിയാണ് ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ ഈ പറയുന്നത്. വെസ്കുലാർ ആക്സസ് കത്തീറ്റർ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ പ്രൊസീജിയർ വെച്ചിട്ടാണ് നമ്മൾ നെക്കിൽ ചെയ്യും. ഓക്കെ, ഇതൊരു ഷോർട്ട് ടേം ആണ്, ഷോർട്ട് ടൈം ഹീമോഡയാലിസിസ് ആണ്. നമുക്ക് വളരെ ലോങ് ടൈം ഒന്നുമില്ല, ഷോർട്ട് ടൈം ആണ്. ഓക്കെ, ആൻഡ് ഇത് നമ്മള് നെക്കിലാണ് ചെയ്യാം, നെക്കിലാണ്. ഓക്കെ, then if kidney disease has progressed rapidly,
A patient may not have time for placement for an AV fistula or AV graft before beginning hemodialysis treatment. അതായത് ഇപ്പോ രോഗികള് കിഡ്നി ഫെയിലിയർ ആയ അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ വരുന്ന പേഷ്യൻസ് ഉണ്ടാവും. ക്രിട്ടിക്കൽ ആണ്. നമുക്ക് പെട്ടെന്ന് അവർക്ക് AV ഫിസ്റ്റുല ചെയ്യാനോ AV ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ടൈം ഒന്നും കിട്ടിയില്ല. മീൻസ് അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നൊരു പ്രൊസീജിയർ ആണെങ്കിൽ പെട്ടെന്ന് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് എന്ത് വെസ്കുലർ ആക്സസ് കത്തീറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ഷോർട്ട് ടേം ഒരു ഡയാലിസിസ് ആണെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അത്രയും ക്രിട്ടിക്കൽ ആയിട്ട് വരുന്ന ഓരോക്കെ പെട്ടെന്ന് നമുക്ക് എന്താണ് സേവ് ചെയ്യണം. അപ്പൊ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ AV ഫിസ്റ്റുലയോ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ടൈം അവിടെ ഉണ്ടാവില്ല. ഓക്കെ, ചിലപ്പോ ആ ടൈമിൽ ആ ട്രീറ്റ്മെന്റ് അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ അത്രയും ടൈം കിട്ടിയെന്ന് വരില്ലല്ലോ. അപ്പൊ നമ്മൾ പെട്ടെന്ന് ആ ഒരു പേഷ്യന്റിനെ നമുക്ക് രക്ഷിക്കാനേ നോക്കുള്ളൂ അല്ലെ. അപ്പൊ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നമുക്ക് റാപ്പിഡ്ലി അല്ലെ, റാപ്പിഡ്ലി അപ്പൊ പെട്ടെന്ന് ആ ഒരു കിഡ്നി ഡിസീസ് പെട്ടെന്ന് മാറി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഷോർട്ട് ടേം ഹീമോഡയാലിസിസ് ആണ് എന്ത് വെസ്കുലർ ആക്സസ് കത്തീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, and a nephrologist, a doctor who specializes in kidney problems, or an interventional radiologist, doctor who utilizes medical imaging tools to execute operations and perform the venous catheter placement procedure in a hospital or an outpatient center. The patient gets local anesthesia and sedation to be calm and relax in the course of this procedure. അപ്പോൾ ഈ പ്രൊസീജിയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്താണ് റേഡിയോളജിസ്റ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ നെഫ്രോളജിസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഈ ഡോക്ടേഴ്സ് ഒക്കെയാണ് അതിന്റെ ഹാൻഡിൽ ചെയ്യുക ഈ പറയുന്ന പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഡോക്ടേഴ്സ് ആണ്. അത് എവിടെ വെച്ചിട്ടാണ്? ചിലപ്പോൾ ഹോസ്പിറ്റൽസ് വെച്ച് ചെയ്യാം, അഥവാ ഔട്ട്പേഷ്യന്റ് സെന്റേഴ്സ് വെച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ പറയുന്ന ഡോക്ടേഴ്സ് ആണ് ഈ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ ഈ ടൈമില് ചെയ്യുന്ന ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് പേഷ്യന്റിന് എന്താണ് അനസ്തീഷ്യ കൊടുക്കും, അതുപോലെ സെഡേഷൻ കൊടുക്കും. എന്താണ് ആ ഒരു പ്രൊസീജിയർ സിമ്പിൾ ആകാനും റിലാക്സ് ചെയ്ത് കാമായിട്ട് പ്രൊസീജിയർ മുന്നോട്ട് പോകാനുമാണ് നമ്മൾ അനസ്തീഷ്യയും സെഡേഷനും കൊടുക്കുന്നത്. എന്നിട്ടാണ് സർജറി നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പോ venous catheters are not perfect for long-term use. With a venous catheter, the patient may generate a blood clots and infection or cause the vein to narrow. However, if a patient wants to start hemodialysis right away, the venous catheter will work for several weeks or a month till a surgeon can do a long-term access surgery and the AV fistula or AV graft has time to mature. അതായത് ഞാൻ പറഞ്ഞു പേഷ്യൻസ് അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെങ്കിൽ മാത്രമാണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുക. മീൻസ് ഈ പറയുന്ന വെസ്കുലർ ആക്സസ് കത്തീറ്റർ എന്ന് പറയുന്ന സർജറി അല്ലെങ്കിൽ ഹീമോഡയാലിസിസ് നമ്മൾ ചെയ്യാം അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെങ്കിൽ മാത്രം അല്ലെ. അപ്പൊ ആരൊക്കെയാണ് ഇത് ഹാൻഡിൽ ചെയ്യാം? നെഫ്രോളജിസ്റ്റും പറയുന്ന റേഡിയോളജിസ്റ്റും ആണ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. സോ പിന്നെ അനസ്തീഷ്യ ഇതൊക്കെ ഞാൻ ഈ പാരഗ്രാഫിൽ പറയുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇതൊരിക്കലും ഒരു ലോങ് ടേം യൂസ് അല്ല, ലോങ് ടേം പ്രൊസീജിയർ അല്ല, അല്ലെങ്കിൽ ലോങ് ടേം ട്രീറ്റ്മെന്റ് അല്ല. ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന പേഷ്യൻസിനെ പെട്ടെന്ന് നമുക്കൊന്ന് സേവ് ചെയ്യാനും പെട്ടെന്ന് ഡിസീസ് ഒന്നും കാമാകാനും കുറയാനും വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ മാത്രമാണ്. അതൊക്കെ ലോങ് ടേം അല്ല. അപ്പോ ഇത് ലോങ് ടേം ഇപ്പോ ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സൈഡ് എഫക്ട് വരാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ബ്ലഡ് ക്ലോട്ട് വരും, ക്ലോട്ട് ആകാനും അതുപോലെ ഇൻഫെക്ഷനും, പിന്നെ എന്താണ് നമ്മുടെ ഞരമ്പുകൾ നാരോകം ചെറുതാകാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് അതിന്റെ സൈഡ് എഫക്ട് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഹീമോഡയാലിസിസ് നമുക്ക് നോർമലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പേഷ്യന്റ് ഒന്ന് റിക്കവർ ആകണം, സെവറൽ വീക്സ് കഴിഞ്ഞ പേഷ്യന്റ് റിക്കവർ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആ ലോങ് ടേം ഇപ്പൊ പറയുന്ന ഷോർട്ട് ടേം ട്രീറ്റ്മെന്റ് മാറ്റിയിട്ട് നമുക്ക് ലോങ് ടേം ആക്സസ് സർജറിയിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. Surgeon can do a long-term access surgery if patients get well or okay doing with the surgery. Okay, patient okay ആണ്, നമുക്ക് ഹെൽത്ത് അത്യാവശ്യം ഓക്കെ ആയി, കിഡ്നി ഫങ്ഷൻസ് അല്ലെങ്കിൽ പറയുന്ന വെസ്കുലർ ആക്സസ് കത്തീറ്റർ ചെയ്യുന്നതിലൂടെ പേഷ്യൻസ് കുറച്ചുകൂടെ ഓക്കെ ആയെങ്കിൽ നമുക്ക് ലോങ് ടേം സർജറിയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെയാണ് ലോങ് ടേം സർജറി എന്ന് പറയുന്നത്? AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും ആണ്. പേഷ്യൻസിന്റെ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് അത് നമ്മൾ മൂവ് ചെയ്യുക, സർജറിയിലേക്ക് മൂവ് ചെയ്യുക. അല്ലാതെ വെസ്കുലർ ആക്സസ് കത്തീറ്റർ എന്ന് പറയുന്നത്
ഷോർട്ട് ടേം സർജറി ആണ്, ഷോർട്ട് ടേം ട്രീറ്റ്മെന്റ് ആണ്. Both the AV fistula and AV graft are outlined for long-term dialysis treatments. People who get AV fistula are healed and ready to begin hemodialysis 2 or 3 months after their surgery. People who receive AV graft will be ready in 2 or 3 weeks. Catheters are outlined for short temporary use. Okay, slow ആക്കി പറയാന്നല്ലേ, പറയാട്ടോ. അതായത് ഇപ്പൊ AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് ലോങ് ടേം സർജറി ആണെന്ന് പറയാം, ലോങ് ടേം ട്രീറ്റ്മെന്റ് ആണെന്ന് പറയാം. ഓക്കെ, ഈ AV ഫിസ്റ്റുല നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 2-3 months കൊണ്ട് നമുക്ക് നമ്മുടെ മുറിവുകളൊക്കെ ഒന്ന് ഹീൽ ആകും. അതുപോലെ തന്നെ AV ഗ്രാഫ്റ്റ് ആണെങ്കിലും ഒരു 2-3 weeks കൊണ്ട് അത് ഹീൽ ആകും. ഓക്കെ, പക്ഷെ കത്തീറ്റേഴ്സ് പറയുകയാണെങ്കിൽ ഷോർട്ട് ടേം ആണ്, ടെമ്പററി യൂസ് ആണ്. ഇത്രയേ ഉള്ളൂ, അതാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞത്. ഇനി നമുക്കത് ഷോർട്ടായി പറഞ്ഞാലോ. അതായത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഹീമോഡയാലിസിസിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഹീമോഡയാലിസിസ്? നമുക്കറിയാം, ഒരു പേഷ്യന്റിന് കിഡ്നി ഫെയിലിയർ ആയ ഒരു പേഷ്യന്റിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് ട്രീറ്റ്മെന്റ്സ് ആണ്. അതിൽ ഒരു ട്രീറ്റ്മെന്റ് ആണ് എന്ത്, ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ് മെയിൻലി ചെയ്യുക, വെയിനിലൂടെയാണ് അല്ലെങ്കിൽ ആർട്ടറിയിലൂടെയാണ് ഈ പറയുന്ന മൈനർ സർജറിയിലൂടെ നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത്. അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയാലിസിസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്, AV ഫിസ്റ്റുലയാണ്. AV ഫിസ്റ്റുല എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു മൈനർ സർജറി ചെയ്ത് നമ്മുടെ വെയിനും ആർട്ടറിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിലൂടെ നമ്മൾ ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് ദെൻ റീസെന്റ് ചെയ്യുക, അല്ലെ ബോഡിയിലേക്ക് ബ്ലഡ് റീസെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ആണ് ഈ പറയുന്ന AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. അത് ലോങ് ടേം ആണ്, നമ്മൾ മരണം വരെയും ചെയ്യും. വേണമെങ്കിൽ നമുക്ക് ഇനി ചെയ്യേണ്ട എന്ന് തോന്നിയാൽ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കയ്യിൽ ഉള്ളിലാണ്, നമ്മൾ അറിയുന്നില്ല, നമുക്ക് അതുകൊണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ നമ്മുടെ അവയവത്തെ ഓക്കെയാണ്, കിഡ്നി ഓക്കെയാണ്, നമുക്ക് ഇനി ഡയാലിസിസ് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുകയും ചെയ്യാം, നമ്മുടെ കയ്യിൽ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സോ ഒന്നും ഉണ്ടാവില്ല, സേഫ് ആണ്. അതാണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പ് എന്താണ്, AV ഗ്രാഫ്റ്റ് ആണ്. AV ഗ്രാഫ്റ്റിലേക്ക് വരാണെങ്കിൽ നമ്മളൊരു ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ട്, അല്ലെ ഗ്രാഫ്റ്റ് ത്രൂ ആണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അതില് ട്യൂബ് നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഒരെണ്ണം വെയിനിലും ഒരെണ്ണം ധമനിയിലാണ് നമ്മൾ കണക്ട് ചെയ്യുക. അങ്ങനെയാണ് ട്യൂബ് ഇരിക്കുക. അപ്പൊ ചില പറയുന്ന പോലെ കണ്ടോ, ഒരെണ്ണം ഒരു ഇഞ്ച് വെയിനിലും മറ്റേ ഇഞ്ച് ആർട്ടറിയിലാണ്, അങ്ങനെ കണക്ട് ചെയ്യാണ്. സോ അതിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് സെറ്റ് ബാക്ക് ടു അവർ ബോഡി. ഓക്കെ, അങ്ങനെയാണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ട്രീറ്റ്മെന്റ് ഓൾസോ ലോങ് ടേം ആണ്. ലോങ് ടേം ട്രീറ്റ്മെന്റ് ആണെങ്കിൽ പോലും ചെറിയ രീതിയിൽ സൈഡ് എഫക്ട് വരാൻ ചാൻസ്. എങ്ങനെയാണ്, ബ്ലഡ് ക്ലോട്ട് ആകാനും ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് AV ഗ്രാഫ്റ്റിനെ കുറിച്ച് പറയുന്നത്. ഇനി വേറൊരു മെത്തേഡ് ഉണ്ട്. ഇപ്പോ രോഗികൾ വരുന്ന പേഷ്യൻസ് എപ്പോഴും നോർമലി വരുന്ന പേഷ്യൻസ് ആയിരിക്കില്ല. നമുക്കറിയാലോ, കിഡ്നി ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി ഫെയിലിയർ ആണോ അല്ലെങ്കിൽ നമുക്കറിയില്ല, പക്ഷെ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾക്ക് കിഡ്നിയിൽ ഉണ്ടാകാം. അത് ഓക്കെയാണ്, നമുക്ക് ചിലപ്പോൾ പറയുന്ന AV ഫിസ്റ്റുല കൊണ്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ശ്രദ്ധിക്കാതിരുന്ന് കിഡ്നി ഫെയിലിയർ ആയി, നമുക്ക് പറ്റുന്നില്ല, നമ്മുടെ ലൈഫ് ഓക്കെ, നമ്മുടെ ചില മരണം വരെ സംഭവിക്കാൻ ചാൻസ് ഉള്ള തരത്തിലുള്ള ക്രിട്ടിക്കൽ സ്റ്റേജിൽ വരുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ, ഇങ്ങനെ പേഷ്യൻസ് വന്നാൽ നമുക്ക് AV ഫിസ്റ്റുലയോ AV ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്താ ചെയ്യുക, പെട്ടെന്ന് ആ രോഗി നമ്മള് ആ അസുഖം ഒന്ന് കുറയ്ക്കാനാ നോക്കുക, അല്ലെ? അപ്പൊ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് എന്ത്, വെസ്കുലർ ആക്സസ് കത്തീറ്റർ എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്യുന്ന എവിടെയാണ്, നെക്കിലാണ് ചെയ്യുക, കയ്യിലൊന്നും അല്ല, നെക്കിലാണ് ചെയ്യുക. പെട്ടെന്ന് മാറാൻ വേണ്ടി അപ്പൊ നെക്കിലാണ് ചെയ്യുക. നെക്കി ചെയ്യുമ്പോ അതെന്താണ്, ലോങ് ടേം ആയിരിക്കോ? ഒരിക്കലല്ല, ഷോർട്ട് ടേം ആണ്. അത് ഷോർട്ട് ടൈം പ്രോസസ് ആണ്, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രീറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് രോഗികള് അത് നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്കറിയാലോ, ക്രിട്ടിക്കൽ ആയത് വരുമ്പോൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ പെട്ടെന്ന് മാറാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ ആ രോഗികള് രോഗികളല്ല, ആ രോഗിയെ പേഷ്യന്റിന് ആ പറയുന്ന കിഡ്നി ഓക്കെ ആണ്, ഓക്കെ മീൻസ് അത്ര ഓക്കെ അല്ലെങ്കിൽ പോലും AV ഫിസ്റ്റുലയോ ഗ്രാഫ്റ്റോ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ആ പേഷ്യന്റ് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ട്രീറ്റ്മെന്റ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കത്തീറ്റർ, വെസ്കുലർ ആക്സസ് കത്തീറ്റർ ട്രീറ്റ്മെന്റ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ AV ഫിസ്റ്റുലയിലേക്കോ അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റിലേക്കോ മൂവ് ചെയ്യും.
Just read. അപ്പോ അങ്ങനെ ആ പേഷ്യന്റ് ഓക്കെ ആണ്, കിഡ്നി പേഷ്യന്റ് ഓക്കെ ആണെങ്കിൽ നമ്മൾ AV ഫിസ്റ്റുല അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റുല മുക്തമായ ആ ഒരു ട്രീറ്റ്മെന്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറയുന്ന ആ ഒരു സർജറി ഫോക്കസ് ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് മാനേജ് ചെയ്യുന്നത് ആരൊക്കെയായിരുന്നു? നെഫ്രോളജിസ്റ്റ്, റേഡിയോളജിസ്റ്റ് ഒക്കെയാണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ആ കത്തീറ്റർ പറയുന്ന പ്രൊസീജിയർ, കത്തീറ്റർ വെസ്റ്റുലർ ആക്സസ് കത്തീറ്റർ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് മാനേജ് ചെയ്യുന്നത് എക്സിക്യൂട്ട് ചെയ്യുന്നത് നെഫ്രോളജിസ്റ്റുമായി ബന്ധപ്പെട്ട സ്പീഡ് ഉണ്ടോ? എന്താണിത്? സ്പീഡാണോ? ജസ്റ്റ് പറഞ്ഞു പോകുന്നല്ലേ? സ്പീഡ് ഉണ്ട് ഇല്ല? ഇതാണ് ഡിഫറെന്റ് ഒപ്പീനിയൻസ്. സ്പീഡ് കൂടുതലാണ്. സ്പീഡ് പറയാമോ? സ്പീഡ് കൂടുതലാണ് മാം. ഒരുമാതിരി കേട്ട് ആകെ ഇതായിട്ടിരിക്കുന്നില്ല, കേട്ടപ്പോഴത്തേക്ക് സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞത്. ഇപ്പൊ കുറവുണ്ട്, ഇപ്പൊ ഒന്ന് കുറവുണ്ട്. ഞാൻ പറയാം. ഓക്കെ, അപ്പോ ഈ വെസ്റ്റുലർ ആക്സസ് കത്തീറ്റർ എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, ആ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആ സർജറി ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് വേണ്ടേ? അല്ലേ? അത് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ആ ഡോക്ടേഴ്സ് ഇതൊക്കെയാണ്. നെഫ്രോളജിസ്റ്റ് എന്താ? നമ്മുടെ ജനകവുമായി ബന്ധപ്പെട്ട കിഡ്നി പ്രോബ്ലംസുമായി സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണ് നെഫ്രോളജിസ്റ്റ് എന്ന് പറയുന്നത്. ആ ഡോക്ടേഴ്സും റേഡിയോളജിസ്റ്റ് അവിടെ ഉണ്ടാകും. മനസ്സിലായോ? എക്സിക്യൂട്ട് ചെയ്യുന്നത് ഫ്ലോയിൽ പോവാം. മനസ്സിലാവും? ഞാനൊരു ഫ്ലോയിലൊക്കെ പോവാം. അപ്പോ മാം, ഈ വാസ്കുലർ ആക്സസ് കത്തീറ്റർ ഹീൽ ചെയ്യാൻ ടൈം എടുക്കുന്നതാണ് പറഞ്ഞത്. ഹീൽ ചെയ്യാൻ ടൈം എടുക്കുമെന്നല്ല, ഹീൽ ചെയ്യാൻ ടൈം എടുക്കും എന്ന് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നില്ല. Catheters are outlined in the foreshore from our temporary use. ഹീൽ ചെയ്യാൻ പറയുന്ന ടൈം എടുക്കുമെങ്കിൽ പക്ഷെ ഇത് ടെമ്പററി യൂസ് ആണെന്നാ പറയുന്നത്. ടെമ്പററി യൂസ് ആണ്. മറ്റു സർജറി എന്ന് പറയുമ്പോൾ ഹീൽ ഇപ്പോ AV ഫിസ്റ്റുല ഒരു 2-3 months കൊണ്ടാണ് ഹീൽ ചെയ്യുന്നത്. അത് ലോങ് ടേം ആണ്. അതുപോലെ തന്നെയാണ് AV ഗ്രാഫ്റ്റ് 2-3 weeks കൊണ്ട് ഹീൽ ചെയ്യും. പക്ഷെ അതിലൊരു സൈഡ് എഫക്ട് ഉണ്ട്. എന്താണ്? ഇൻഫെക്ഷൻ വരാനും നമുക്ക് ക്ലോട്ട് ആവാനുള്ള ചാൻസ്. പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു AV ഫിസ്റ്റുലയാണ്. അത് ഹീൽ ചെയ്യാൻ ഒരു 2-3 months എടുക്കുമെങ്കിലും അത് ലോങ് ടേം ആണ്. അതിൽ വേറെ തരത്തിലുള്ള സൈഡ് എഫക്ട്സും കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. നമുക്ക് ലൈഫ് ലോങ് നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു AV ഫിസ്റ്റുലയാണ്. മാം ഇത് രണ്ടും കൈ ഞരമ്പ് വഴിയിൽ ചെയ്യുമെന്നല്ലേ പറഞ്ഞു? അപ്പൊ രണ്ടും ഒരേ കണക്ക് തന്നെയല്ലേ വരുന്നത്? സെയിം ഇത് തന്നെയല്ലേ വരുന്നത്? അതായത് നമ്മുടെ AV ഫിസ്റ്റുല ചെയ്യുന്നത് നമ്മുടെ ഞരമ്പിലാണ്. മനസ്സിലായോ? നമ്മുടെ ഞരമ്പിൽ ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ഹീൽ ചെയ്യാൻ കുറച്ചുകൂടെ ടൈം എടുക്കുന്നത്. പക്ഷേ AV ഗ്രാഫ്റ്റ് അങ്ങനെയല്ലല്ലോ. നമ്മുടെ ഞരമ്പിലാണെങ്കിലും അത് ട്യൂബാണ് നമ്മൾ അത് ഇൻസേർട്ട് ചെയ്ത് കണക്ട് ചെയ്താണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? ഹീൽ ചെയ്യാൻ ടൈം കുറവാണ്. പക്ഷെ ട്യൂബ് ചെയ്യുമ്പോൾ എന്താണ്? സൈഡ് എഫക്ട്സ് ഉണ്ട്, ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ AV ഫിസ്റ്റുല ആയാലും നമ്മുടെ സ്വന്തം വെയിൻ ആയതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻസ് കുറവാണെങ്കിലും ലോങ് ടേം ആണ്. നമുക്ക് യൂസ് ചെയ്യാം, ഇൻഫെക്ഷൻസ് ഉണ്ടാവില്ല, സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല. അപ്പൊ ഈ 3 ട്രീറ്റ്മെന്റും അല്ലെങ്കിൽ 3 ഡയാലിസിസ് മനസ്സിലായോ? ഓക്കെ, ഞാൻ സ്പീഡിൽ പോകുന്നല്ല കേട്ടോ. അത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു പോകാം. സ്പീഡ് ഞാൻ വിചാരിക്കുന്നത് അത്രേ കാണുന്നു. സിമ്പിൾ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, ഇമാജിൻ ചെയ്യും. ഞാൻ പറയുന്നതെല്ലാം കണക്ട് ചെയ്ത് പഠിക്കുന്നതായിരിക്കും. ഹീമോഡയാലിസിസ് എന്താണ്? ഒരു ട്രീറ്റ്മെന്റ് ആണ്, കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ്. കിഡ്നി ഫെയിലിയേഴ്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് ഹീമോഡയാലിസിസ്. അതിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയാലിസിസ് ഉണ്ട്. ഹീമോഡയാലിസിസ് ഉണ്ട്. ഏതൊക്കെയാണ്? AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, വെസ്കുലർ ആക്സസ് കത്തീറ്റർ. ഇതാണ് 3 ടൈപ്പ്. അത് AV ഫിസ്റ്റുല എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ചെയ്യുന്നതാണ്. നമ്മുടെ ഞരമ്പിലും നമ്മുടെ വെളിയിലുമായി ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് AV ഫിസ്റ്റുല. അത് ലോങ് ടേം ആണ്. ഒരു 2-3 months കൊണ്ടായിരിക്കും അത് ഹീൽ ചെയ്യുക. അത് ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ സൈഡ് എഫക്ട്സോ ഒന്നും തന്നെ ഇല്ല. ലോങ് ടേം യൂസ് ആണ്. നമുക്ക് ലോങ് ടേം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിതൗട്ട് എനി സൈഡ് എഫക്ട്സ് നമുക്ക് ലോങ് ടേം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇനി AV ഗ്രാഫ്റ്റിലൊക്കെ വരാണെങ്കിൽ അത് ട്യൂബ് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. ഒരു ട്യൂബിൽ ഒരറ്റം തമിഴിലും മറ്റേ അറ്റം നമ്മുടെ ഞരമ്പിലും കണക്ട് ചെയ്ത് ചെയ്യുന്ന ട്യൂബ് ത്രൂ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ആ ട്യൂബിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ
പറയുന്ന ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് പോകാം. അതായത് ഈ പറയുന്ന ഞരമ്പ് അല്ലെ, ഞരമ്പ് ചെറുതാണെങ്കിൽ ഞരമ്പിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ട്യൂബ് ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ഉള്ള ചാൻസ് ഉണ്ട്. മെസ്സേജ് കാണാൻ പറ്റുന്നില്ല കേട്ടോ ഫുള്ളായിട്ട്. വോളിയത്തിന്റെ ബട്ടൺ നിൽക്കുന്നുണ്ട്. എനിക്ക് മെസ്സേജ് ഫുള്ള് കാണാൻ പറ്റുന്നില്ല കേട്ടോ. മാം ഇപ്പോഴത്തെ മെസ്സേജ് വെച്ചാൽ ആ ഒരു ഇൻഫെക്ഷൻ വരുമല്ലോ, ഗ്രാഫ്റ്റ് ട്യൂബിലോ ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ വരും മാം പറഞ്ഞല്ലോ, അത് ബ്ലഡ് ഇൻഫെക്ഷൻ ആണോ ചോദിച്ചേക്കുന്നത്. ട്യൂബ് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ വരുമെന്ന് പറഞ്ഞല്ലോ, ട്യൂബ് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ, അത് ബ്ലഡ് ഇൻഫെക്ഷൻ ആണോ വരുന്നതെന്നാ ചോദിച്ചത്. ട്യൂബ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് ഒരു സാധനം അകത്തോട്ട് വെച്ചതാണല്ലോ, അതുകൊണ്ട് തന്നെ ട്യൂബിൽ പുറത്ത് നമ്മുടെ ബ്ലഡ്സ് എല്ലാം വന്നിരുന്ന് അതിലൂടെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ബ്ലഡ് അവിടെ ചിലപ്പോൾ ക്ലോട്ട് ആയിട്ട് വരാം. ആ ട്യൂബിന് പുറത്തുള്ള എന്തെങ്കിലും തരത്തിലുള്ള മിക്സ്ചർ, ഇപ്പൊ നമ്മുടെ ബോഡി ആണല്ലോ, ഇൻഫെക്ഷൻ വരാൻ അതിന് നേരം വേണ്ട. എന്തെങ്കിലും തരത്തിലുള്ള പുറത്ത് നമ്മൾ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ, ഇപ്പോ ഇത് ട്യൂബ് ആയതുകൊണ്ടും ഇപ്പോ എന്ത് ട്യൂബാണ്, സിന്തറ്റിക് ട്യൂബാണ് അല്ലെ, അപ്പോ അതിന് പുറത്ത് ബ്ലഡ് എന്തായാലും ഉണ്ടാകുമല്ലോ. സോ ആ ബ്ലഡ് അവിടെ ഇരുന്ന് അങ്ങനെ എന്തെങ്കിലും ക്ലോട്ടിങ്ങോ ഇൻഫെക്ഷൻസോ വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ പറയുന്ന ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ വെയിൻ ഹെൽത്തി അല്ല, സപ്പോസ്ലി കുറച്ചുകൂടെ നാരോ ആണ്, അത്യാവശ്യം നമുക്ക് AV ഫിസ്റ്റുല ചെയ്യാൻ പറ്റാവുന്ന സാഹചര്യം അല്ല എങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് കയ്യിലും ചെയ്യാൻ കാലിലും ചെയ്യും കേട്ടോ, നെറ്റിലും ചെയ്യും. എപ്പോഴാ ചെയ്യുന്നേ? നമ്മുടെ വെയിൻ ഓക്കെ അല്ല, ഹെൽത്തി അല്ല, വെയിൻ ലാർജ് അല്ല എങ്കിൽ നമ്മൾ ഈ ട്യൂബ് വെച്ചിട്ടാണ് ഈ പറയുന്ന ട്രീറ്റ്മെന്റ് ചെയ്യുക. അതാണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഞരമ്പല ഹെൽത്തി ആണ്, ലാർജ് ആണ്, ഓക്കെ ആണ്, ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് AV ഫിസ്റ്റുല ചെയ്യാൻ പറ്റും. മനസ്സിലായോ? നമുക്ക് എന്തെങ്കിലും ഇപ്പോ നമുക്ക് എന്തെങ്കിലും BP കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വെയിൻ കുറച്ച് ചെറുതായി അങ്ങനത്തെ എന്തെങ്കിലും കണ്ടീഷൻസ് ഒക്കെ വരുമ്പോ വെയിൻ കിട്ടിയെന്ന് വരില്ല. അപ്പൊ ആ കണ്ടീഷൻ വരുമ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പ്രൊസീജിയർ എന്താണ്? AV ഗ്രാഫ്റ്റ് ആണ്. കാരണം പേഷ്യന്റ് അത്ര ക്രിട്ടിക്കൽ സ്റ്റേജിലല്ല, എന്നാൽ ഡയാലിസിസ് ചെയ്യാൻ വേണം. പക്ഷേ വെയിൻ നമുക്ക് പ്രതീക്ഷിക്കുന്ന പോലെ AV ഫിസ്റ്റുല ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലുള്ള ഒരു വെയിൻ അല്ല എങ്കിൽ നമുക്ക് എന്തായാലും ഡയാലിസിസ് ചെയ്തേ പറ്റൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? AV ഗ്രാഫ്റ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. മനസ്സിലായോ? അതാണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ നോർമലി നമ്മൾ വെയിനിൽ ചെയ്യാതെ പകരം വെയിനിന് പകരം ചെയ്യുന്ന ട്യൂബ് അല്ലെ, വെയിനിന് പകരമാണ് നമ്മൾ ട്യൂബ് ചെയ്യുക. അവിടെ ആ ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ട് അതിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് റിസെൻഡ് ചെയ്യും. ക്ലിയർ ആയോ? അപ്പൊ മനസ്സിലായോ? ഇല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, മനസ്സിലായി. ഇനി കത്തീഡ്രലൊക്കെ വരാണെങ്കിലോ, കത്തീഡ്രൽ എന്താ അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോൾ നമുക്ക് AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റ് ചെയ്യാൻ നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ നേരെ നെക്കിലേക്ക് പോകും. നെക്കിലെ ഞരമ്പില് ഈ പറയുന്ന ട്രീറ്റ്മെന്റ് ചെയ്യും. അതാണ് എന്താ വെസ്കുലർ ആക്സസ് കത്തീഡ്രൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ട്രീറ്റ്മെന്റിന്റെയും ഈ ട്രീറ്റ്മെന്റ് എന്താണ് എപ്പോഴൊക്കെയാണ് ഹീൽ ചെയ്യുക? ഫിസ്റ്റുല 2-3 months കൊണ്ടും ഗ്രാഫ്റ്റ് 2-3 weeks കൊണ്ടും. കത്തീഡ്രൽ എന്താണ് പെട്ടെന്ന് ഹീൽ ആവുമെങ്കിലും അത് ടെമ്പററി ആണ്, ടെമ്പററി യൂസ് ആണ്, അത്രയേ ഉള്ളൂ. മറ്റേ 2 ലോങ് ടേം ആണ്. അപ്പോ എന്താണ് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്ന പോർഷൻ മനസ്സിലായോ? അതാണ് ഫസ്റ്റ് ടൈപ്പ് അല്ലെ. 2 types ഓഫ് ഡയാലിസിസ് ഉണ്ട്. അതിൽ ഒന്നാണ് നമ്മൾ നോക്കിയത് ഹീമോ ഡയാലിസിസ്, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഒന്ന് വായിച്ചു പോകും എല്ലാവരും കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? സ്പീഡ് പറയുന്നതിന് കുറച്ച് സ്പീഡ് ഉണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലായാലോ. ഒരുപാട് പ്രാവശ്യം നമ്മൾ റിവൈൻഡ് ചെയ്യുന്നുണ്ട്. 2-3 പ്രാവശ്യം ഞാൻ പിന്നെയും പറഞ്ഞു തരുന്നുണ്ട്. സോ അതിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആയോ? ഇതൊന്നും മിണ്ടാത്തേ, റെസ്പോണ്ട് ചെയ്യും. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. ക്ലിയർ ആയി മാം. എന്നാലും ഇടയ്ക്ക് ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ആ 3 ഡയാലിസിസ് വരുന്നില്ലേ, അത് ചെറിയൊരു ഇത് വരുന്നുണ്ട്. കാരണം കറക്റ്റ് എല്ലാം കൂടെ ഒരു ഇതായി വരുന്നില്ല, കറക്റ്റും കൂടെ നമുക്ക് കിട്ടുന്നില്ല. അതിന്റെ ഒരു ഇത് വരുന്നുണ്ട്. ഓക്കെ ആയോ? ഇപ്പൊ ഓക്കെ മാം.
ഒരു ഇതൊക്കെ ആയിട്ടുണ്ട് മാം. ഒന്നുകൂടെ ഡിസ്പ്ലേ ഒന്നുകൂടെ അത് പറഞ്ഞപ്പോ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. മാം പറഞ്ഞപ്പം ക്ലിയർ ആയി, കറക്റ്റ് ഇതായിട്ടുണ്ട്. ഹരിതക്ക് മനസ്സിലായ സമാധാനമാണ് കേട്ടോ. ഹരിതക്ക് ഓക്കെ ക്ലിയർ ആയെങ്കിൽ ക്ലാസ് എല്ലാവരും ക്ലിയർ ആണ്, ഷുവറാണ് അല്ലേ ഹരിത? ഓക്കെ, അപ്പോ ഞാൻ സ്പീഡിൽ പോകുന്നുണ്ടെന്ന് വിചാരിക്കണ്ട. ഞാൻ പക്ഷെ സ്പീഡിൽ പോയാൽ മൂന്ന് റിവൈൻഡ് ചെയ്ത് 2-3 പ്രാവശ്യം വിചാരിക്കണ്ട. ഞാൻ പക്ഷെ സ്പീഡിൽ പോയാൽ മൂന്ന് റിവൈൻഡ് ചെയ്ത് 2-3 പ്രാവശ്യം പറഞ്ഞത്. കുറച്ച് സ്പീഡ് ഓക്കെ, അപ്പോ ക്ലിയർ ആയി. ഇനി എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്നായിട്ട് വായിച്ചൊക്കെ നോക്കാം. ഓക്കെ, ഹാപ്പി Thank you, ma'am. Happy New Year, ma'am. Happy New Year.